ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ രണ്ടുപേരും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. അതെ ശങ്കർ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ രാത്രിയിലാണ് ശങ്കർ എന്ന് ഗൗരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിപ്പോൾ പകലല്ലേ? അപ്പം പകലാണ്, പക്ഷേ നമുക്ക് ഈ പകലങ്ങ് രാത്രിയാക്കിയാൽ പോരെ? അല്ല ശങ്കർ, ഈ പകൽ എങ്ങനെ രാത്രിയാക്കും? ഗൗരി, ഒരു വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാട്ടോ ഈ ശങ്കർ ഭായി. നീ കണ്ടോ, ഈ പകലുണ്ടല്ലോ അത് നമ്മൾ രാത്രിയാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഗൗരിക്ക് ഒരു അതിശയം. അപ്പോൾ ഗൗരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ വേഗം ശങ്കർ എഴുന്നേറ്റു. അയ്യോ ശങ്കർ, എന്താ ഇത്? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. നീ ഒന്ന് അടങ്ങൻ്റെ ഗൗരി, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. അപ്പോൾ ശങ്കർ എഴുന്നേറ്റു. അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ബാക്കി എല്ലാവരെയും വിളിക്കുകയാണ്. അതെ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. കുറച്ച് നേരത്തേനാ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ആഹാരം കഴിക്കാൻ വന്നിരിക്കാട്ടോ. അപ്പോൾ ഗൗരി ആകെ ചമ്മി നാണം കെട്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാട്ടോ വന്നത്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തുട്ടാ ക്യാൻഡിലെ ഡിന്നർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചാൽ മാത്രമേ ആ പരിപാടി ഒന്ന് നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ടേബിളിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാവരുടെ ടേബിളിലും മെഴുകുതിരി കത്തിച്ച് വെക്കൂ കേട്ടോ. നമ്മളെല്ലാവരും സ്നേഹത്തിൽ നമ്മുടെ പങ്കാളോടെയൊത്ത് നമ്മൾ ക്യാൻഡിലെ ഡിന്നർ അങ്ങ് പട്ടാപ്പകലങ്ങ് കഴിക്കും. എന്തു പറയുന്നു? എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ലൈറ്റ് നമുക്കങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. എന്താ എല്ലാവരുടെയും ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞായേ, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അതേണ്ട അപ്പുറത്തിരുന്ന ഒരാൾ ഒരു എതിർപ്പും ഇല്ല കേട്ടോ. വെറൈറ്റി അല്ലേ എൻ്റെ ചുള്ള, നിങ്ങളങ്ങോട്ട് പൊളിക്കുന്നേ എന്ന് പറഞ്ഞു. ദേ, നിങ്ങളെ ലൈറ്റ് ധൈര്യമായിട്ട് അങ്ങ് ഓഫ് ചെയ്തോ, ഞങ്ങൾക്കും കിട്ടുമല്ലോ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറേ. വീട്ടിൽ ചുള്ളം കേട്ടല്ലോ. അപ്പം പകലിനെ നമ്മളപ്പം രാത്രിയാക്കാൻ പോവാട്ടാ. അപ്പം എങ്ങനെ, സെറ്റല്ലേ? അപ്പോൾ അതേ ഫുൾ ലൈറ്റ് ഓഫായി, ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച് വെച്ചു. അല്ല അടിപൊളി, എന്താ പറയുക, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ അതിശയത്തോടെ ചുറ്റിനിങ്ങനെ നോക്കുകയാണ് എല്ലാവരെയും. കൊള്ളാം, എങ്ങനെയുണ്ട് ഗൗരി, ഇപ്പം എങ്ങനെയുണ്ട്? സത്യം പറയട്ടെ, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ശങ്കർ കാലുകൊണ്ട് ഗൗരിയെ തോണ്ടാണ്. നിൻ്റെ കാലിലെന്താ, എലി കടിച്ചോ? പറ ഗൗരി, പകൽ എങ്ങനെയാണ് രാത്രിയാക്കുന്നതെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായോ? സത്യം പറയാലോ ശങ്കർ, ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അതാണ് ഈ ശങ്കർ. നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഈ ശങ്കർ ഭായി, മനസ്സിലായോ? ദേ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ശങ്കറിനെ പോലെ ഈ ലോകത്ത് ശങ്കർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ശങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നോക്കുകയാണ്. സത്യം പറയട്ടെ, കുറേ സമയം എടുത്തിട്ടായിരിക്കും ദൈവം ശങ്കറിനെ സൃഷ്ടിച്ചത്. റെയർ പീസല്ലേ? അത് ശരിയാട്ടോ നീ പറഞ്ഞത്. നീ പറഞ്ഞത് കറക്റ്റാട്ടോ. നിനക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കണത്. അപ്പം പിന്നെ കുറേ സമയം എടുത്ത് കാണും. ശങ്കർ ഒരിക്കലും എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ശങ്കർ എന്ന് ചോദിച്ചു. ഇന്നേ വരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം കേട്ടോ, അതിന് കാരണമുണ്ട്. വടക്കുന്നാഥൻ നമ്മുടെ കൊച്ചിനെ എനിക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് ഷുവറായിരുന്നു കേട്ടോ. ഒരു സംശയമില്ല. എന്നെ കാണുന്നതിന് മുന്നേ വേറെ കുട്ടികളെ കാണുമ്പോൾ, ശങ്കറിന് നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പോൾ എന്തായിരുന്നു ശങ്കറിന് അങ്ങനെ അവരോടൊന്നും തോന്നിയിട്ടില്ലേ? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുറേ പെൺപിള്ളേർ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഗൗരിയുടെ മുഖം മാറി. അല്ല, അതാര്? അതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതങ്ങനെ പറയാൻ മാത്രമുള്ള കാര്യമൊന്നും ഇല്ലെൻ്റെ ഗൗരിയെ. അപ്പോൾ ഗൗരി ചിരിച്ചിട്ട്, ശങ്കറിൻ്റെ പുറകെ ഏതൊക്കെയോ പെണ്ണുങ്ങൾ നടന്നെന്ന് ചുമ്മാ പറഞ്ഞതല്ലേ? അല്ലാന്നേ, നമ്മുടെ വിമല കോളേജിലില്ലേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. പിന്നെ ഹരിപ്പാട് നമ്മുടെ അമ്മയുടെ വീടില്ലേ, അവിടെ അടുത്ത് അമ്മയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു നല്ല ചുള്ളത്തിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ നല്ല പാട്ടൊക്കെ പാടുന്ന കുട്ടിയാട്ടോ. പിന്നെ ഇതിപ്പോൾ വലിയൊരു ലിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ ശങ്കർ. അത് ശരി, നീ ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ടാണോ ലിസ്റ്റിൽ മുഴുവൻ എത്ര പേരുണ്ട് അതൊന്ന് പറയേ? എൻ്റെ ഗൗരി, നീ വെറുതെ ഒച്ച എടുക്കല്ലേ, മറ്റുള്ളവർ കേൾക്കില്ലേ. ശങ്കർ ചോദിച്ചതിന് ഉത്തരം പറ.
എത്ര പെൺപിള്ളേർ ലിസ്റ്റിലുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ശങ്കർ ഒന്ന് ചിരിച്ചു. എൻ്റെ കോളേജിലെ കഥയൊക്കെ ശങ്കർ ചോദിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇതൊന്നും എന്നോട് ഇതുവരെ എന്താ പറയാതിരുന്നത്? ഗൗരി, ഒരു സാഹചര്യം വന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തതല്ലേ. ആഹാ, ആ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഫോണിലുണ്ടോ? ഏയ്, എൻ്റെ ഫോണിൽ അവരുടെ ഫോട്ടോയും ഇല്ല, ഫോൺ നമ്പരും ഇല്ല. എന്താ പോരെ? അപ്പോൾ ഗൗരി ഇങ്ങനെ വലിയ കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ച ഉടനെ കൃത്യമായിട്ട് ഓർത്ത് എല്ലാം പറഞ്ഞല്ലോ. ഗൗരി, അതെ, നമുക്കില്ലേ ഈ സംസാരം നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം, അതല്ലേ നല്ലത്? അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴെന്നല്ല, പണ്ടും ഇവരാരുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലായോ? നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പം അവരെ കാണും ജസ്റ്റ്. പിന്നെ നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പം ഇവരൊക്കെ വരുമല്ലോ, അപ്പോഴും കാണാറുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ആ ഹരിപ്പാടുള്ള കൊച്ചില്ലേ, അവൾക്ക് എൻ്റെ മീശ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവ പിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശങ്കുനെ നോക്കിയിട്ട്, ശങ്കറിന് മീശയില്ലാത്തതാ നല്ലത് എന്ന് പറഞ്ഞ ഉടനെ ഗൗരി, എൻ്റെ പൊന്ന് ഗൗരി, അയ്യോ, ഇനി ഞാൻ നിന്നോട് സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നീ എൻ്റെ മീശയും പറപ്പിക്കും, എന്നെ മുട്ടയെ അടുപ്പിക്കും. അതെനിക്ക് മനസ്സിലായിട്ടോ. ഒരു കോലാക്കി മാറ്റും. എന്തിനാ വെറുതെ? ശങ്കറിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ സ്നേഹം മതി കേട്ടോ ശങ്കറിന്. വേറെ ആരും ശങ്കറിനെ സ്നേഹിക്കണ്ട. ശങ്കറിനെ വേറെ ആരും നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു ഗൗരി. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ പ്രൊഫസറിൻ്റെ മോളെ, ഈ സ്നേഹം എന്ന് പറയുന്നത് ടോക്സിക് അല്ലേ? എന്തേ? യഥാർത്ഥ പ്രണയത്തിൽ കുറച്ച് ടോക്സിക്കൊക്കെ കാണും, അത് സ്വാഭാവികം. അപ്പം ഈ ടോക്സിക് പരിപാടി അങ്ങോട്ട് പറ്റില്ല, ഇങ്ങോട്ടാവാം. ഇത് കൊള്ളാട്ടോ, സൂപ്പർ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യ മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അതെന്താ ശങ്കറിന് അറിയില്ലേ? പ്രത്യേകിച്ച് വടക്കുനാഥം കാണിച്ചു തന്ന പെൺകുട്ടിയൊക്കെ ആകുമ്പം അത് വേണം. നമ്മൾ ആ കുട്ടിയെ മാത്രമേ നോക്കാവുള്ളൂ, അവളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ, അവളെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ മറ്റുള്ള പെൺകുട്ടികളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, എന്തിനാ വെറുതെ ദൈവദോഷം വരുത്തി വെക്കുന്നത്? മനസ്സിലായോ? മനസ്സിലായി മോളെ. അപ്പം ശങ്കറിന് ശരിക്കും ചിരിയാവുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഗൗരി ഒരു കുഞ്ഞു കുശുമ്പൊക്കെയുള്ള കുഞ്ഞു ഭാര്യയായി മാറിയത്. അപ്പം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, തന്നെ മാത്രം സ്നേഹിക്കുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗൗരിയായി മാറിയതെന്ന് ശങ്കുവിന് ഇപ്പോഴും മനസ്സിലായിട്ടോ. ഗൗരി, സത്യം പറയട്ടെ, നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ വന്നപ്പോൾ എന്തും തുറന്ന് സംസാരിച്ചൂലേ? നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതാണ് പറയണത്, ഭാര്യയും ഭർത്താക്കന്മാരും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡ് അടിക്കണം, കറങ്ങണം എന്നൊക്കെ. എനിക്ക് നിന്നോടുള്ള വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്താ ശങ്കർ പറഞ്ഞോ ധൈര്യമായിട്ട്. ഗൗരി, നമ്മുടെ വീട്ടിൽ ഫുള്ള് പ്രശ്നങ്ങളല്ലേ, നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് 1-2 ദിവസം ഒന്ന് മാറി നിന്നാലോ? എന്തു പറയുന്നു? ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കേ 2-3 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് അങ്ങ് പോയാലോ? എന്തു പറയുന്നു? നമ്മൾ ഒട്ടും സന്തോഷത്തോടു കൂടിയല്ലല്ലോ നമ്മുടെ ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് പോയത്. എന്താ, നമുക്ക് നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ട് ഒരു സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പ് അങ്ങ് വിട്ടാലോ? എന്തു പറയുന്നു? എന്താ നിൻ്റെ അഭിപ്രായം? അത് കൊള്ളാലോ ശങ്കർ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആദർശേട്ടനെയും വേണിയും കൂടി നമ്മുടെ കൂടെ കൂട്ടിയാലോ? ആ, അത് ശരിയാണല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ 4 ടീംസ് കൂടി ഒരുമിച്ച് ഒരു പോക്ക്. എന്നാലേ ആ ട്രിപ്പ് അടിപൊളിയാവുള്ളൂ. സൂപ്പർ കേട്ടോ. അപ്പോൾ ഗൗരി, നമ്മൾ നമ്മുടെ സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് ഫിക്സ് ചെയ്യുന്നോ? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി ഗൗരിയും ശങ്കറും. എന്നിട്ട് കണ്ണി നോക്കി രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ശങ്കർ നേരെ വേഗം തന്നെ നമ്മുടെ വേണിമോളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആഹാ, ഇത് നമ്മുടെ ശങ്കർ ഭായി ആണല്ലോ. വേഗം ഫോൺ എടുത്തു. ഹലോ ചേട്ടച്ചാരേ. ആൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ ശങ്കർ ഭായി. നിങ്ങളിപ്പോൾ ഈ കുഞ്ഞിപ്പെങ്ങളെ ഓർക്കാൻ മാത്രം എന്നിട്ടാ അവിടെ വല്ല കുഴപ്പമുണ്ടായോ? അതെന്ത് വർത്താനാ വേണിമോളെ നീ പറയണത്? ഇത് കേട്ടാൽ തോന്നൂലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമാണ് ഏട്ടൻ്റെ വേണിമോളെ ഓർക്കണതെന്ന്. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചെടുത്തുട്ടാ. എന്നാ പിന്നെ എന്താണാവോ? എന്തുട്ടൊക്കെയാ തൃശ്ശൂർ വിശേഷങ്ങൾ? പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയോ ഏട്ടാ?
പൂരമൊക്കെ അങ്ങനെ പൊടി പൂരായിട്ട് നടക്കുന്നേ. ഒരു വിശേഷം പറയാനാ വേണിമോളെ ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചത് കേട്ടോ. എന്താ ഏട്ടാ സംഭവം? എന്തുട്ടാന്നറിയോ എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളെന്താ പറഞ്ഞല്ലേ എനിക്കറിയാൻ പറ്റൂ, അല്ലാതെ എന്തുട്ടാ നമ്മൾ കബഡി നിർത്തി കണ്ടുപിടിക്കോ? വേണിമോളെ വേറൊന്നുമല്ല കേട്ടോ, നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളിയുള്ള ഒരു വൈബുള്ള ഒരു ട്രിപ്പ്. എന്ത് പറയുന്നു? അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, നമ്മൾ 4 പേര്. എന്ത് പറയുന്നു? ഞാനും ഗൗരിയും വേണിമോളും നമ്മുടെ അളിയൻസും. അപ്പോൾ വേണിമോൾക്ക് ആദ്യം സന്തോഷമൊക്കെ വന്നു. അങ്ങനെ 4 പേരൂടെ നമ്മൾ ഗംഭീരമായിട്ടൊരു ട്രിപ്പ്. സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ചേട്ടച്ചാരെ. എന്താടി പ്രശ്നം? അതെ, മറ്റൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് അടിച്ചു പൊളിക്കാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ആദർശേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അതാ ഒരു പ്രശ്നം. ആദർശേട്ടനെ എക്സാം ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. എൻ്റെ വേണിമോളെ, നീ എന്തായാലും അളിയൻസിനോട് കാര്യം സംസാരിക്കുക. എന്നിട്ട് നീ എന്നെ തിരിച്ചു വിളിക്ക്. മനസ്സിലായോ നിനക്ക്? ആദർശേട്ടനെ വൈകിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാനത് സംസാരിക്കാം. എന്നിട്ട് ഞാൻ നൈറ്റ് തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. എന്നിട്ട് ഫോൺ കട്ടാക്കി കേട്ടോ. അപ്പോൾ വേണി ആൾ ഭയങ്കര സന്തോഷത്തിലായി. പോകാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ലക്കി ചാൻസ് അല്ലേ. അപ്പോൾ വേണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയും നന്ദിനി അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളുടെ ആലോചനയൊക്കെ കണ്ട് നോക്കി ഇവർ കുറച്ച് നേരം. വേണിമോളെ, നീ എന്തിങ്ങനെ നോക്കി നിൽക്കണത്? മോളെ, എന്ത് പറ്റി നിനക്ക്? ഒന്നും പറയണ്ട മുത്തശ്ശിയെ. ഇതേ ശരിക്കും പറയട്ടെ, ആലുങ്ക പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി എൻ്റേത്. എന്താ കാര്യം പറ. അതെ നന്ദിനിയമ്മേ, നമ്മുടെ ചേട്ടച്ചാർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരോടെയേ, എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനും ആദർശേട്ടനും ശങ്കറും ഗൗരിയും, അത്രയും പേര്, ഞങ്ങൾ 4 പേരോടെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരാ പ്ലാൻ ചെയ്തതെന്നറിയോ? നമ്മുടെ ശങ്കരേട്ടനാട്ടോ പ്ലാൻ ചെയ്തിരിക്കണത്. ആഹാ, അത് നല്ല കാര്യമല്ലേ നന്ദിനിയമ്മേ? അത് നല്ല കാര്യം തന്നെയാ. പക്ഷേ ആദർശേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അതാ പ്രശ്നം. അവൻ സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു മുത്തശ്ശി. സമ്മതിക്കില്ല മുത്തശ്ശി, ഉറപ്പാ. എനിക്കറിയില്ലേ നമ്മുടെ മത്താപ്പിൻ്റെ സ്വഭാവം. നമ്മുടെ എക്സാമാണ്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിന് നേരെയില്ല എന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് ഇതൊക്കെ കുഴപ്പമിടും. നീ വിഷമിക്കണ്ട. ശങ്കറിൻ്റെയും ഗൗരിയോടൊപ്പം ട്രിപ്പിന് നീയും ആദർശം ഉണ്ടാവും. അതെങ്ങനെയാ നന്ദിയമ്മേ? ആദർശിനോട് നീ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. അവൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എന്താ പോരെ? അപ്പോഴേക്ക് വേണിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. അപ്പം പിന്നെ പറയണ്ടല്ലോ വേണിമോളുടെ സന്തോഷം. 2 പേരെയും ഓടിച്ചെന്ന് നടുക്ക് കയറി എന്നിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശീനെയും നന്ദിനിയമ്മേനെയും. സത്യം പറഞ്ഞാൽ വേണിമോളെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ജീവനാണ് കേട്ടോ. നന്ദിനിയമ്മയ്ക്കും മുത്തശ്ശിക്കും അവരുടെ ജീവിതത്തിൽ എന്താ പറയുക, കുഞ്ഞു കുട്ടികളെ കെട്ടിയിരിക്കുന്നത് പോലെയാണ് നമ്മുടെ വേണീനെ. വേണിയുടെ കുറുമ്പും അത് കഴിഞ്ഞുള്ള പിണക്കവും പിന്നെ ഇണക്കവും ആ വർത്തമാനവും ഒക്കെ നന്ദിനിയമ്മയ്ക്കും മുത്തശ്ശിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ കേട്ടോ. എൻ്റെ ചക്കര മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഉമ്മ കൊടുക്കും, എന്ന് നന്ദിനിയമ്മയ്ക്ക് ഉമ്മ കൊടുക്കും, മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വേണിമോളുടെ സ്ഥിരം പരിപാടി, കുഞ്ഞു കുട്ടികൾ കാണിക്കണ പോലെ. പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്, താളമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് കയറി വരണത്. രാധാമണി കയറി വരുന്നത് കയ്യിലൊരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ്. ഇതാ പാല്, നീ അതവിടെ വെച്ചു. അപ്പോൾ ഗ്ലാസും പാലൂടെ അതേണ്ട അവിടെ വെച്ചു. വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ മോനെ ഭ്രാന്താണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവിടെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നിനക്ക് എന്തുട്ടടി രാധ നീ പറയണത്? നിനക്ക് നമ്മുടെ കുട്ടിശങ്കറിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു സംശയം? അല്ലെങ്കിൽ പിന്നെ അവൻ അവളെയും കൊണ്ട് ഊര് ചുറ്റാൻ നടക്കുമോ? നിങ്ങൾ അറിഞ്ഞില്ലേ 2 പേരുടെ ദേ യാത്ര പോവാന്ന്. അതിനിപ്പോൾ എന്തുട്ടാടേ? അവർ പോയിട്ട് വരട്ടെ. ഹ, പിള്ളേരല്ലേ, അതെ സന്തോഷിച്ചോട്ടെ. അതിനിപ്പം നീ എന്തിനാ? നിനക്കിപ്പോൾ എന്തിനാ അസൂയ പറയ? ഓഹോ, ഇപ്പം ഞാൻ തെറ്റുകാരിയായല്ലേ? എനിക്ക് അസൂയ, അതും അവളോട്, ആ ഗൗരിയോട്. എൻ്റെ പൊന്നോ എടി രാധേ, ദേ കുട്ടിശങ്കരനും ഗൗരിയും മാത്രമല്ലല്ലോ, നമ്മുടെ വേണിമോളും മരുമോനും അവരും കൂടിയില്ലേ. അപ്പോൾ അവർ സന്തോഷിക്കണ്ടേ? അതെ, നമ്മുടെ പിള്ളേരെ അടിച്ചു പൊളിച്ച് വരട്ടടി. ഗൗരി എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ. പിന്നെ എന്താ നിങ്ങൾ ഇപ്പം ഇങ്ങനെ സംസാരിക്കണത്?
എന്നിട്ട് ചിരിച്ചിട്ട് ഇങ്ങോട്ട് എണീറ്റു. അതെ എടി രാധാമണി തങ്കച്ചി, വാഷ് ഔട്ടേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ചില കാര്യങ്ങൾക്ക് അനുകൂലമായ ചില സമയം വരണം വരെ നമ്മൾ ഒന്നും മിണ്ടാതെ, ഒരക്ഷരം മിണ്ടാതെ സൈലൻ്റായിട്ട് അങ്ങനെ അങ്ങ് നിന്ന് കൊടുക്കണം. അതെന്തിനാന്ന് നിനക്കറിയോ? എന്നാൽ കേട്ടോ നീ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സൈലൻ്റായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. കഷ്ടം തന്നെ. എടി രാധാമണി തങ്കച്ചി, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ? അത് പറ. പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ. ശേഖരൻ്റെ അതാണ്, ശേഖരൻ്റെ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ പരിപാടി നടക്കണമെങ്കിൽ എന്തുട്ടാ വേണ്ടത്? നീ പറയ. എന്താടി ഗൗരി, നമ്മളെ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല അല്ലേ? അതല്ലേ വേണ്ടത്? അതെ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് തന്നെ ആവശ്യവും. അതാണ് ഇപ്പം മനസ്സിലായല്ലോ. കുറച്ച് ദിവസം ഗൗരി ഇവിടെ ഇല്ലാണ്ടിരുന്നാൽ ആ ഗ്യാപ്പിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എനിക്ക് ഒരു പേരക്കുട്ടിയെ തരാനായിട്ട് കാമലയെ കൊണ്ട് ഇനി സാധിക്കില്ല. അപ്പം പിന്നെ നമ്മൾ എന്തുട്ടാ ചെയ്യേണ്ടത്? ശേഖരനെ വേറൊരു കല്യാണം നടത്തണം. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി നമ്മൾ അവന് ഒന്ന് കെട്ടിച്ചു കൊടുക്കും. എന്തു പറയുന്നു? അപ്പോൾ ഗൗരിയും ശങ്കറും ഇവിടെ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ജോത്സ്യനെ വിളിച്ച് ശേഖരൻ്റെ ജാതകം നോക്കിക്കാം അല്ലേ? അതാണ് ഇപ്പം നീ കറക്റ്റായിട്ട് ചിന്തിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കുട്ടി ശങ്കരനും ഗൗരിയും ഇവിടെ ഉണ്ട് എങ്കിൽ നമ്മൾ നടത്താനുണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് ഇതിപ്പോൾ അവരായിട്ട് തന്നെ നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നതല്ലേ? എന്തു പറയുന്നു? അതാണ് ആ അവസരം നമ്മളങ്ങ് മുതലാക്കുക. എങ്ങനെയുണ്ട്? അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം. മനസ്സിലായോ? എന്തു പറയുന്നു? എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇവർ രണ്ടുപേരുടെ നല്ല തകൃതിയായിട്ട് പ്ലാൻ തന്നെയാണ് കേട്ടോ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കാൻ തന്നെയാണ് മഹാദേവനും ഇവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാനേജറുടെ മുന്നിലാണ് കേട്ടോ. നന്നായി, ഇടയ്ക്കൊരു ഔട്ടിങ്ങൊക്കെ നല്ലതാട്ടോ. വൈഫും ഹാപ്പിയാവും. അപ്പോൾ ആദർശ് ആകെ മൂഡ് ഓഫാണ്. ലീവാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സാർ വിളിച്ചാൽ മതി. ലാപ്പ് എന്തായാലും ഞാൻ കൂടെ കൊണ്ടുപോകും. എടോ, നമ്മൾ ഭർത്താക്കന്മാർക്കുള്ള പ്രശ്നം എന്താണെന്ന് തനിക്കറിയോ? നമ്മൾ ഓഫീസ് വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് നല്ലതല്ല കേട്ടോ. ഈ പറയുന്ന എൻ്റെ കാര്യവും ഇതേ സെയിം പ്രോബ്ലം ആട്ടോ എനിക്കും. അത് ചിരിക്കുകയാണ്. താൻ തൻ്റെ വൈഫിൻ്റെ ഒപ്പം സ്വസ്ഥമായും സമാധാനമായിട്ടും ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് വരൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. 1 മിനിറ്റ് ആദർശ് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അദ്ദേഹം സംസാരിച്ചു. അപ്പോഴത്തേനും അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ആദർശ് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പി ഒന്നുമല്ല കേട്ടോ. എന്നാൽ ആദർശ് ചെല്ലുവല്ലേ? ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വേഗം തന്നെ ഇറങ്ങിപ്പോയി. ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും രഞ്ജു അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജുവിനെ മൈൻഡ് ചെയ്യാത്ത മട്ടിൽ ആദർശ് അങ്ങോട്ട് പോയപ്പം ആദർശേട്ടാ എന്ന് പറഞ്ഞ് കൈ കയറി പിടിക്കുകയാണ്. ആദർശേട്ടാ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആദർശിനെ കൂട്ടിക്കൊണ്ടുചെല്ലുകയാണ്. ആദർശേട്ടാ, ഞാൻ എത്ര തവണ ആദർശേട്ടനെ വിളിച്ചു, ആദർശേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? എന്താ ആദർശേട്ടാ ഇങ്ങനെ എന്ന് ചോദിച്ചു. രഞ്ജു, നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അത് നീ മനസ്സിലാക്കാദ്യം. അതെന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? പ്ലീസ് രഞ്ജു, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. ആദർശേട്ടൻ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? പിന്നെ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കണ്ട, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ആദർശേട്ടൻ ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. എന്നെ തിരിച്ച് സ്നേഹിക്കണ്ട ആദർശേട്ടാ, പക്ഷേ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. രഞ്ജു, നീ ഇന്നിങ്ങനെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? ഓരോരുത്തർക്കും ജീവിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവണം. അത് ആദർശേട്ടൻ അറിയില്ലേ? ആദർശേട്ടനോട് എനിക്ക് തോന്നുന്ന ഭ്രാന്ത് പിടിച്ച ഈ സ്നേഹമാണ് എന്നെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ എൻ്റെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദർശ് ഒന്നും മിണ്ടിയില്ല. ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയാനാ? എന്നിട്ട് രഞ്ജു ആദർശിൻ്റെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് ആദർശ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ.
ആദർശേട്ടാ, നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കോഫി കുടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോഴും ആദർശ് ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.